അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി. സ്നേഹമുള്ള കുട്ടികളെ, നിങ്ങളെല്ലാവരും സലാമടക്കി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ് നടത്തിപ്പോയി അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? 7ാം ക്ലാസിന്റെ ഹദീസിന്റെ പാഠത്തെ സംബന്ധിച്ച ഒരു ആമുഖ പ്രഭാഷണം നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഇന്ന് മുതൽ നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം നമുക്കറിയാലോ, അതിൽ ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ചിട്ടുള്ള ഒരു ലഘുവായ വിവരണങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാടുണ്ട്. പക്ഷെ എല്ലാം ഈ പ്രായത്തിലെ മക്കളാൽ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. നിങ്ങളുടെ ഏജൊക്കെ നോക്കണ്ടേ, നിങ്ങളുടെ വയസ്സ് നോക്കണ്ടേ, നിങ്ങളുടെ പ്രായം നോക്കണ്ടേ, ഒക്കെ നോക്കണം. അപ്പൊ ഒരു എന്താ പറയാ, എല്ലാം കൂടി ആറ്റിക്കുറുക്കി കിട്ടിയ ഒരു സാധനമാണ് നമ്മുടെ മുമ്പിലാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മള് ആമുഖത്തില് പറഞ്ഞു, ഹദീസ് ശേഖരണം, അതിന്റെ ആദ്യത്തെ സമാഹാരം, ആ സമാഹാരത്തിന്റെ പേരാണ് അൽ മുവത്ത. മറന്നുപോയത് എന്താണ്? അൽ മുവത്ത. അൽ മുവത്ത എന്ന ഈ ഹദീസ് സമാഹാരം രചിച്ചത്, എഴുതി വെച്ചത്, ഈ കിട്ടിയ ഹദീസുകളുണ്ടല്ലോ, അതൊക്കെ എഴുതി തയ്യാറാക്കിയ വ്യക്തിത്വമാണ്, മഹാനവറുകളാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. ഇമാം മാലിക് അവർ. അപ്പൊ അൽ മുവത്ത എന്ന ഹദീസ് സമാഹാരം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയണം, ഇമാം മാലിക്. നേരെ തിരിച്ചു ചോദിക്കാം, ഇമാം മാലിക് തയ്യാറാക്കിയ ഹദീസ് സമാഹാരത്തിന്റെ പേരെന്ത്? അപ്പോൾ എന്ത് പറയണം? അൽ മുവത്ത. തിരിച്ചു മറിച്ച് ചോദിക്കാം കേട്ടാ. ഇത് മനസ്സിലിരിക്കട്ടെ. ഇത് നിങ്ങളെ ബോർഡിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുക, കാതുകൊണ്ട് കേൾക്കുക, എന്നിട്ട് മനസ്സിനകത്ത് എന്നിട്ട് അത് എഴുതി അങ്ങോട്ട് വെക്കണം. ഹൃദയത്തിൽ എഴുതി വെച്ചാൽ മതി. നോട്ട്ബുക്കിൽ ഇരുന്നോട്ടെ, ടെക്സ്റ്റ് ബുക്കിൽ ഇരുന്നോട്ടെ, ഹൃദയത്തിൽ എഴുത്തുണ്ടെങ്കിലോ അത് മാഞ്ഞു പോകൂല. കണ്ടല്ലേ? ശ്രദ്ധാപൂർവ്വം ഇരിക്കുക, ശരിക്കും നോക്കുക. കണ്ണുകൾ ഇമവെട്ടാതെ കാതുകൾ ഇങ്ങനെ കൂർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ബോർഡിൽ എഴുതിക്കുന്നത് തലച്ചോറിൽ എഴുതാൻ പറ്റും, ഹൃദയത്തിൽ എഴുതാൻ പറ്റും, പൂവിലെഴുതും. പക്ഷെ ഇതൊന്നും പോകാൻ പാടില്ല. അത് രസം. നമ്മൾ 7ാം ക്ലാസ് കഴിഞ്ഞാലും, നമ്മൾ വലിയ മനുഷ്യന്മാരായാലും വലിയ ഉദ്യോഗസ്ഥന്മാരായാലും ഇതൊന്നും മറക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ഇസ്ലാമിക് വിദ്യാഭ്യാസമാണ്. ഏത് കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ശേഷം വരുന്ന തലമുറകളില്ലേ, അവർക്ക് നമ്മൾ എന്ത് വേണം, ഇതൊക്കെ പറഞ്ഞു തുടരാം. അപ്പൊ മനസ്സിലായി, അൽ മുവത്തയാണ് ഒന്നാമത്തെ ഹദീസ് സമാഹാരം. അത് എഴുതി തയ്യാറാക്കിയത് ഇമാം മാലിക്. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് അബുൽ ഹസൻ. ശിഷ്യനെന്ന് മനസ്സിലായില്ലേ? ഉസ്താദ്, മദർസല ഉസ്താദ്, മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി. അതിന് ഗുരുവും ശിഷ്യനും എന്നാണ് പണ്ട് കാലങ്ങളിൽ അങ്ങനെ പറഞ്ഞത്, ഗുരുവും ശിഷ്യനും. മനസ്സിലായി? അപ്പൊ ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ആര്? അബുൽ ഹസൻ. അബുൽ ഹസൻ എന്നതേ അദ്ദേഹത്തിന്റെ ഒരു വിളിപ്പേരാണ്. നാട്ടിൽ അറിയപ്പെടുന്നവര് അബുൽ ഹസൻ എന്നാണ്, അബുൽ ഹസൻ. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എത്ര മനോഹരം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം. എന്ത് പറഞ്ഞേക്കെ? ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞേ, ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം. ഇതാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്. ആരുടെ പേര്? അബുൽ ഹസൻ. എന്താ അബുൽ ഹസൻ ആരാണ്? ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. കാരണം ഇമാം മാലിക്കിൽ നിന്നാണ് അബുൽ ഹസൻ ഈ അൽ മുവത്തയുടെ ഗ്രന്ഥത്തിലുള്ള ഹദീസുകളൊക്കെ പഠിച്ചു. ഇപ്പോൾ അപ്പൊ ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് അബുൽ ഹസൻ. അബുൽ ഹസന്റെ ഒറിജിനൽ പേരാണെന്ത്? ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം. നിങ്ങൾ ഈ പേര് ഓർക്കാൻ ഒരു തന്ത്രം പറഞ്ഞാൽ എങ്ങനെ ഓർക്കും? ഇസ്മായിൽ പരീക്ഷയ്ക്ക് വന്നിട്ട് ചോദ്യം ഇങ്ങനെ വന്നു, അബുൽ ഹസൻ എന്നറിയപ്പെടുന്ന ഇമാം മാലിക്കിന്റെ ശിഷ്യൻ, അല്ലെങ്കിൽ ഇമാം മാലിക്കിന്റെ ശിഷ്യനായ അബുൽ ഹസൻ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? അത് നമ്മളിങ്ങനെ പരീക്ഷ ആലോചിക്കും, പറച്ചോനെ എന്താ പേര് അറിയും. ഒരു ബുദ്ധിമുട്ടില്ല. ഇബ്രാഹിം നബി കേട്ടിട്ടില്ലേ? മറക്കില്ലല്ലോ. ഇബ്രാഹിം നബിയുടെ മകന്റെ പേരാ, ആദ്യത്തെ മകന്റെ പേര് ഇസ്മായിൽ. ഇസ്മായിൽ. അപ്പൊ അതുമാണ് ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അല്ലേ? ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ മകൻ ഇസ്മായിൽ. പക്ഷെ ഇത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അല്ലാതെ പറഞ്ഞത്, ഇത് ഇദ്ദേഹത്തിന്റെ പേരായി പറയണത്. ഈ പേര് നമുക്കും കൂടെ ഉണ്ടല്ലോ.
അപ്പൊ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം, മറക്കാതിരിക്കാൻ, ഇബ്രാഹിം നബി ഇസ്മായിൽ. അപ്പൊ ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്മായിൽ. ഇത് ഓർത്ത് കഴിഞ്ഞാൽ ഇത് വേറെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇത് നബിമാരാണ് പറയുന്നത് കേട്ടോ. ശരി. അപ്പൊ അബുൽ ഹസൻ, ഇമാം മാലിക്കിന്റെ ശിഷ്യനായ അബുൽ ഹസൻ, അബുൽ ഹസന്റെ യഥാർത്ഥ പേരാണ് ഇസ്മായിൽ ബിൻ ഇബ്രാഹിം. അതാ ഇദ്ദേഹത്തിന്റെ മകനാണ് ഇമാം ബുഖാരി. ആരുടെ? അബുൽ ഹസൻ എന്ന വ്യക്തിത്വത്തിന്റെ മകനാണ് ആര്? ഇമാം ബുഖാരി. അബുൽ ഹസന്റെ യഥാർത്ഥ പേരാണ് ഇസ്മായിൽ ബിൻ ഇബ്രാഹിം. ഇദ്ദേഹത്തിന്റെ മകനാണ് എന്ത്? ഇമാം ബുഖാരി എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇമാം ബുഖാരി അത് ചാനലായിട്ട് വരാം. ഇനി ഇമാം ബുഖാരി എന്ന് അറിയപ്പെടുന്ന പേരാണ് ഏത് പേര്? ഇസ്മായിൽ ബിൻ ഇബ്രാഹിമിനെ അറിയപ്പെടുന്ന പേരാണ് അബുൽ ഹസൻ എന്നതുപോലെ ഇമാം ബുഖാരി എന്ന് പറയുന്നത് അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ. കേട്ടോ, ഇതൊന്നുകൂടി ശ്രദ്ധിച്ചോ. മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ് ഇമാം ബുഖാരിയുടെ യഥാർത്ഥ പേര്. ഇസ്മായിലിന്റെ മകൻ മുഹമ്മദ്. ആരാ ഇസ്മായിൽ? ഇസ്മായിൽ. ക്ലിയർ ആയില്ലേ? അപ്പൊ അബുൽ ഹസൻ എന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് ഇസ്മായിൽ ബിൻ ഇബ്രാഹിം. ഇദ്ദേഹത്തിന്റെ മകനാണ് ഇമാം ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ. ഇത്രയും ക്ലിയർ ആയില്ലേ? സംശയമില്ലല്ലോ അല്ലേ? ഓർക്കാൻ പറ്റും, പെട്ടെന്ന് കിട്ടി. മുഹമ്മദ് ബിൻ ഇസ്മായിൽ നല്ല പേരല്ലേ? ഇതൊക്കെ നബിമാരുടെ പേരറിയിച്ചിരിക്കണം അല്ലേ? ഇനി ഇമാം ബുഖാരി എന്ന പേര് വരാൻ കാരണം അത് നമുക്ക് നോക്കാം. ബുഹാറ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ് ബുഹാറ. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ചില ആളുകളെ അറിയപ്പെടുന്നത് സ്ഥലത്തിന്റെ പേരുമായിട്ടാണ്. സ്ഥലത്തിന്റെ പേരുമായിട്ടാണ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ എന്റെ പേര്, ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. എന്നെ പരിചയമുള്ള മദ്രസകൾക്ക് എന്റെ പേര് അറിയാൻ പറ്റും. എന്റെ പേര് മെഹബൂബ് എന്നാണ്. ഞാൻ കൊച്ചി സ്വദേശിയാണ്. പൊതുവെ എന്നെ അറിയപ്പെടുന്നത് മെഹബൂബ് കൊച്ചി എന്നാണ്. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അല്ലെ? കൊല്ലത്തുകാരനാണെങ്കിൽ കൊല്ലം എന്ന് പേര് ചേർത്ത് പറയുന്നു. ആലുവക്കാരനാണെങ്കിൽ ആലുവ എന്ന്, ടി കെ ആലുവ എന്നൊക്കെ പറഞ്ഞ പോലെ പല പേരിൽ ഇങ്ങനെ സ്ഥലപ്പേരായിട്ട് അറിയപ്പെടാറുണ്ട്. എന്നപോലെ ബുഹാരി എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കാരണം ബുഹാറ എന്ന് പറയുന്ന ബുഹാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെയാണ് അൽ ഇമാം ബുഖാരി എന്ന പേരിട്ട്. ഇമാം എന്ന് പറയാൻ കാരണം അദ്ദേഹം ഹദീസ് പണ്ഡിതനാണ്, ഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ. മുഹമ്മദ് ഇസ്മായിലിനെയാണ് ആര്? ഇമാം ബുഖാരി. ഇമാം ബുഖാരി എന്നറിയപ്പെടാൻ കാരണം ബുഹാരയിൽ ജനിച്ചത് കൊണ്ടാണ്. ഇനി ബുഹാറ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? ഇതേ നമ്മൾ പഠിക്കണ്ടേ? ബുഹാറ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഉദാഹരണമായിട്ട് പറയാം. എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ് വെച്ചാൽ എറണാകുളം കേരളത്തിലാണ്. കിട്ടി. കേരളത്തിലെ ഒരു ജില്ലയാണ് എറണാകുളം. ആലുവ എവിടെയാണ്? ആലുവ എറണാകുളം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് എന്ന് പറയുന്ന പോലെ ബുഹാറ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉസ്ബെക്കിസ്ഥാൻ, ഈ രാജ്യത്താണ്. ഉസ്ബെക്കിസ്ഥാനിലാണ് ബുഹാറ എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. അവിടെയാണ് ഇമാം ബുഖാരി ജനിച്ചത്. അദ്ദേഹം ജനിച്ച വർഷമാണ് ഹിജ്റ 194. ഹിജ്റ വർഷം 194ലാണ് ഇമാം ബുഖാരി എന്ന് പറയുന്ന ഹദീസിന്റെ മഹാപണ്ഡിതൻ ജനിച്ചു. ഇത്രയും കൃത്യമായില്ലേ? ഇതിങ്ങനെ ഓർഡർ ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾ നോട്ട്ബുക്കിൽ തന്നെ തയ്യാറാക്കിയാൽ, ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ടീച്ചിങ് മോഡൽ കാര്യം പഠിക്കാം. ഒരു അധ്യാപനം മനസ്സിൽ തലയിൽ പോകില്ല, നല്ല ഓർമ്മയിലെ നിൽക്കുകയും ചെയ്യും. നമ്മൾ 1, 2, 3, 4, 5 അങ്ങനെ എണ്ണം എഴുതി പഠിക്കണ്ടല്ലോ. എനിക്ക് എപ്പോഴും നമുക്ക് കിട്ടൂലേ? അത് കിട്ടാം. ശരി. ഇനി ഇതാണ് നമ്മൾ പഠിക്കേണ്ട വഴി. ഇമാം ബുഖാരിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇമാം ബുഖാരിയിലേക്ക് എത്താനാണ് ഇത്രയും സംഗതികൾ ഞാൻ പറഞ്ഞത്. ഇനി ഇമാം ബുഖാരി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്. ഹദീസ് പണ്ഡിതൻ, വലിയ പണ്ഡിതൻ. ഇത് നിങ്ങൾ കേട്ടോ? ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾ, നിങ്ങൾക്ക് ഞാൻ പറയുന്നു, നിങ്ങളുടെ വയസ്സ് 12 വയസ്സ് പ്രായമുണ്ടാവും. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് എത്ര വയസ്സുണ്ടാവും? 12 വയസ്സുണ്ടാവും. ചിലപ്പോൾ ഇരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ 13 വയസ്സുള്ള കുട്ടിയുണ്ട്, ഇല്ലേ? ഉണ്ട്. ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. 13 വയസ്സായി കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രായത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ഇല്ലേ? ഇപ്പൊ കേട്ടോട്ടാ, 12 വയസ്സ് വരെ നിങ്ങൾ അറിയേണ്ട സബ്ജക്റ്റാണ്. 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പറഞ്ഞ പേരാണ് ബാല്യം എന്നാണ് പറയുന്നത്, അല്ലേ? ബാല്യം എന്ന് പറയും. ബാലന്മാർ, ബാലികമാർ എന്നൊക്കെ പറയും. 13 വയസ്സാകുമ്പോൾ തന്നെ സ്കൂളിൽ 8ാം ക്ലാസ്സിലേക്കായി. 8ാം ക്ലാസ് എന്ന് പറയുന്നത് ഹൈസ്കൂൾ അല്ലേ? കുറച്ചും കൂടി ഉയർന്നു ഹൈസ്കൂൾ.
8ാം ക്ലാസ് ആകുമ്പോൾ അതിന് 13 വയസ്സ്. 13 എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ടീനേജ് പ്രായമാണ്, ഒരു കൗമാര പ്രായമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മധുരിക്കുന്ന മനോഹരമായ ഒരു കാലഘടനയാണ് കൗമാരം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു ടീനേജ് പ്രായത്തിലുള്ളൊരു കുട്ടി, ആ കുട്ടിയുടെ വയസ്സിൽ ഇമാം ബുഖാരി ടീനേജ് പ്രായത്തിൽ തന്നെ വലിയൊരു പണ്ഡിതനാണ്, ഹദീസിന്റെ പണ്ഡിതൻ. ഇമാം ബുഖാരിയോട് വലിയ വലിയ പണ്ഡിതന്മാർ എന്ത് ചോദിച്ചിട്ടുണ്ട്? സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ, ഇമാം ബുഖാരി ഹദീസ് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഹദീസുകളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പരാമർശങ്ങളൊക്കെ ശേഖരിക്കുന്നു. നാടുകളൊക്കെ ചുറ്റിയിട്ടുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കെ വലിയ വലിയ പണ്ഡിതന്മാർ, ആരെ? ഇമാമിനേക്കാളൊക്കെ, ഇമാം ബുഖാരിയേക്കാളേറൊക്കെ നേരത്തെയുള്ള വലിയ പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ പാണ്ഡിത്യം, വിദ്യാഭ്യാസം അറിഞ്ഞതോടുകൂടി ഈ വലിയ പണ്ഡിതന്മാർ അവർക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ ചോദിച്ചത് ഇമാം ബുഖാരിയോടാണ്. ചോദിച്ചു. ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ നിങ്ങൾ കുട്ടികളല്ലേ, കുട്ടികളാണെന്ന് നിങ്ങൾ സംഭവം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഏതാണ് മനസ്സിലായി. ഇതറിയാത്ത എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെ മുമ്പിൽ, മുസ്ലിങ്ങൾ തന്നെ അല്ലെ. അത് ചെറുതൊന്നുമല്ല, മുതിർന്ന ആളുകളുണ്ട്, വലിയ വലിയ ആളുകൾ, വലിയ താത്തമാരുണ്ട്, കാക്കമാരുണ്ട്, നമ്മുടെ വല്യപ്പാൻ്റെയൊക്കെ പ്രായമുള്ള ആളുകളുണ്ട് അല്ലെ, നമ്മുടെ ഉപ്പാടെ പ്രായമുള്ള ആളുകൾ, വാപ്പിച്ചിന്റെ ഒക്കെ പ്രായമുള്ള ആളുകൾ, അതാളെ കളിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതെല്ലാം കിട്ടിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. നിങ്ങളോട് വന്ന് സംശയം ചോദിച്ചു, ആലോചിക്കും. നിങ്ങളോട് വന്ന് സംശയം ചോദിക്കാണ്. നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാണ്, 12 വയസ്സാണ്. നിങ്ങളോട് വന്ന് സംശയം ചോദിക്കാം, നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഒരു സംശയം കൂടി ചോദിച്ചിരിക്കട്ടെ, ഇമാം ബുഖാരി അത് എന്താ മനസ്സിലായില്ലല്ലോ, അത് ആളുടെ പേരാണോ? അപ്പൊ നിങ്ങൾ എന്ത് പറയും? അല്ലല്ല, അദ്ദേഹത്തിന്റെ പേരല്ല. ഇമാം ബുഖാരി വലിയ ഹദീസ് പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ്. നിങ്ങൾ പറഞ്ഞു കേട്ടോ, മുഹമ്മദ് ഇസ്മായിൽ എന്നാണ്. ഇമാം ബുഖാരിന്റെ പേര് വരാൻ കാരണം ഉസ്ബെക്കിസ്ഥാൻ രാജ്യമുണ്ടല്ലോ, അവിടെ ബുഹാറ എന്നുള്ള സ്ഥലമുണ്ട്, അവിടെയാണ് അദ്ദേഹം ജീവിച്ചത്. ആ വലിയൊരു മനുഷ്യൻ നിങ്ങളോട് എന്ത് ചെയ്തു? സംശയം ചോദിച്ചു, നിങ്ങൾ സംശയം തീർത്തു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് ആളുകൾ നിങ്ങളോട് ഇതുപോലുള്ള സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ പറ്റും? സംശയങ്ങൾ കൊടുക്കാം. എന്നതുപോലെ അതിനേക്കാൾ അപ്പുറം ഇമാം ബുഖാരിയോട് റഹ്മഹുല്ലാ, അദ്ദേഹത്തോട് വലിയ വലിയ പണ്ഡിതന്മാര് ഈ ടീനേജ് പ്രായത്തിലുള്ളപ്പോ, ഇമാം ബുഖാരി ടീനേജ് പ്രായത്തിലുള്ളപ്പോ തന്നെ വലിയ വലിയ ആളുകൾ സംശയങ്ങൾ ചോദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും. ഞാനൊരു സംഭവം പറയാം. നമുക്ക് അലി ബിൻ അബീ ത്വാലിബ് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടർത്ഥത്തിൽ നബിയായിട്ട് ബന്ധമുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഒന്ന് നബിയുടെ സഹോദരനാണ്. ഏതർത്ഥത്തില്? നബിയുടെ ഉപ്പാടെ മകനാണ്, ഉപ്പാടെ സഹോദരന്റെ മകനാണ്. നബിയുടെ ഉപ്പാടെ പേരെന്താ? അബ്ദുള്ള അല്ലെ. നബിയുടെ ഉപ്പാടെ അബ്ദുള്ളയുടെ ഒരു സഹോദരനാണ്. ഒരുപാട് സഹോദരന്മാരുണ്ട്. അതിലൊരു വ്യക്തിത്വമാണ് അബീ ത്വാലിബ്. അപ്പൊ നബിയുടെ അബീ ത്വാലിബ് നബിയുടെ ആരായി? പിതൃവ്യൻ ഉണ്ടല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ളയുടെ സഹോദരനാണ് അബീ ത്വാലിബ്. നിങ്ങൾക്കറിയാലോ, പറയണ്ട. അബീ ത്വാലിബിന്റെ മകനാണ് അലി. ശരിക്കും പറഞ്ഞാല് ജ്യേഷ്ഠൻ അഞ്ചൻ മക്കൾ പരസ്പരം എന്തൊക്കെ പറയുന്ന പോലെ. ഒന്നതാണ്. രണ്ടാമത്തത് അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് കൂടിയാണ്, വിവാഹം കഴിച്ചത്. രണ്ടർത്ഥത്തിലെ ബന്ധു നിൽക്കട്ടെ. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അലി വലിയ പണ്ഡിതനായിട്ടുണ്ട്. വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കല് പല ആളുകളും നമ്മുടെ വഫാത്തിന് ശേഷം അദ്ദേഹം, അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആണ് ഒന്നാമത്തെ ഖലീഫ. നമുക്ക് പഠിച്ചാണല്ലോ അല്ലെ, 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഖലീഫയാണ് അദ്ദേഹം, 5ൽ 6 പഠിച്ചിട്ടുണ്ട്. അപ്പോ കുറെ ആളുകളുണ്ട് പല കാര്യങ്ങളും സംശയിച്ചു ഇസ്ലാമിനെ കുറിച്ച്, നബി ഇസ്ലാമിനെ. അപ്പൊ അലിയല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തിരിക്കുന്നത്, അലി ഇവിടെ വന്ന് ഇങ്ങനെ വിളിക്കും, അല്ലാഹു വരും. കുട്ടിയാണ്. കുട്ടി എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മുതിർന്ന. കാരണം അബൂബക്കർ സിദ്ദീഖിനേക്കാൾ ഇളയതാണല്ലോ, കുട്ടിയാണെന്ന് എന്നാലും ഒരു മുതിർന്ന കുട്ടിയെ നിർത്തിയത്. ഇതുപോലെ അലിയോട് ചോദിക്കൂ എന്ന് പറയുന്നു. കാരണം അലി ഭയങ്കര ഗുണമുണ്ട്, വലിയ പണ്ഡിതനാണ്. ഇബ്ൻ അബ്ബാസ് നമ്മൾ പഠിച്ചത്. ഇബ്ൻ അബ്ബാസ് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. മുതിർന്ന ആളുകളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ട്.
ഇബിൻ അബ്ബാസ് എന്ന് വെച്ചാല് അബ്ദുല്ലാഹിബിൻ അബ്ബാസ്. അബ്ബാസ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ മറ്റൊരു സഹോദരനാണ്. അപ്പൊ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ആണ് വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ മുഫസ്സിറായിട്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരിക്കല് വീട്ടിൽ മുമ്പിൽ കുറെ ആളുകൾ, അദ്ദേഹത്തിന്റെ വീട്ടിൽ മുമ്പിൽ ഒരുപാട് ആളുകൾ വരും. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഇങ്ങനെ വീട്ടിൽ മുമ്പിൽ എന്തെങ്കിലും വിളിക്കും, ഖുർആൻ അറിയേണ്ടവരൊക്കെ വരും. ഒരാൾക്കാര് ഖുർആൻ അറിയാൻ വേണ്ടി എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവർ പിരിഞ്ഞപ്പോ ഉടനെ വിളിക്കും, ഹദീസുകൾ അറിയാണ്ടവർ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഹദീസ് അതാലോചിക്കുക, ഖുർആനെ കുറിച്ച് വലിയൊരു അവബോധമുണ്ടായിരുന്നു, ഹദീസിനെ കുറിച്ച് വലിയൊരു അവഗാഹം ഉണ്ടായിരുന്നു ആ കാലഘട്ടം, അല്ലേ? എന്നതുപോലെ ആ ഒരു തലമുറയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വളർത്തിയെടുത്ത നബിയുടെ സ്വഹാബികൾ, അതിൽ ധാരാളക്കണക്കിന് കുട്ടികളുണ്ടായിരുന്നു, കൗമാരപ്രായത്തിലുള്ള ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുണ്ടായിരുന്നു. ഇവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർന്ന വിദ്യാഭ്യാസമാണ് കൊടുത്തത്, അല്ലേ? ഈ വരുമായി ധാരാളക്കണക്കിന് അറിവ് അവർക്ക്. അങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ ഇമാം ബുഖാരിക്ക് ഒരു സ്വപ്നമുണ്ട്, തനിക്കും അങ്ങനെ ആകണം. കാരണം തന്നെ വളർത്തിയ ഉപ്പ വലിയൊരു പണ്ഡിതനാണ്, അബുൽ ഹസൻ അറിയപ്പെടുന്നു, ഇല്ലേ? അപ്പൊ ഇമാം ബുഖാരി ടീനേജ് പ്രായത്തിൽ നിൽക്കുമ്പോൾ തന്നെ, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ ഇദ്ദേഹത്തോട് സംശയം ചോദിച്ചിട്ടുണ്ട്, അല്ലേ? മനസ്സിലാക്കാൻ സംഗതി, സംശയം ചോദിക്കുമ്പോൾ തന്നെ അവർ തമ്മിലാരായി വലിയൊരു ഫ്രണ്ട്ഷിപ്പായി. വലിയ വലിയ പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ ഫ്രണ്ട്ഷിപ്പായിട്ട് മാറ്റപ്പെട്ടു. ഞാൻ നിങ്ങളോട് ചോദിച്ചിരിക്കട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാ? നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും അധികം ഉണ്ടാകുന്ന ഫ്രണ്ട്സ്. നിങ്ങളുടെ ഉസ്താദ്, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടാണ്. ചില കുട്ടികളൊരു നല്ല ടീച്ചറാണ്, എന്നാൽ ടീച്ചറെ ഫ്രണ്ടാകാൻ പാടില്ല. ഫ്രണ്ട്സ്, ഏറ്റവും നല്ല ഫ്രണ്ട്സ് നമ്മുടെ അധ്യാപകരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സംശയവും അവരോട് ചോദിക്കാൻ കഴിയും. കണ്ടില്ലേ? നമ്മൾ പഠിക്കുന്ന പല സംഗതികളും അവരോട് ചോദിച്ച് പഠിക്കാം. അത് ക്ലാസ് ടൈമിൽ മാത്രമല്ല, അങ്ങനെ ഒരു ബന്ധമുണ്ടാകും, കുടുംബവുമായിട്ട് ബന്ധമുണ്ടാകും. കണ്ടില്ലേ? വലിയ വലിയ പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ കൂട്ടുകാരായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു, വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു അവരെന്തില്ലേ? ഇമാം ബുഖാരി അദ്ദേഹം ഹദീസ് എഴുതിക്കാൻ വേണ്ടി പോയത്, ഇപ്പൊ ഇത്രയും സംഗതികൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോണ എവിടെയാണ്? വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോയി. ഇപ്പൊ വീട്ടിൽ മദ്രസയിലില്ല. ഇപ്പൊ ഒരു കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓൺലൈനിലൂടെ പഠിക്കാം. മദ്രസയിലേക്ക് പോകേണ്ടി വരും, അത്രേ ഉള്ളൂ, പ്രശ്നമുള്ളൂ. പക്ഷെ ഇവര് ഇമാം ബുഖാരിയൊക്കെ ഹദീസ് ശേഖരിക്കാൻ വേണ്ടി പോയത് എവിടേക്കൊക്കെ? പഠനത്തിന് വേണ്ടി, ഫോർ സ്റ്റഡി അല്ല, പഠിക്കാൻ വേണ്ടി പോയത് മക്ക, മദീന സ്ഥലങ്ങളിലാണ്. മക്കയിൽ മദീന 6 മാസത്തോളം ഹദീസ്, അല്ല 6 മാസം, 6 കൊല്ലത്തോളം, അതിന്റെ ശരി 6 കൊല്ലത്തോളം അവിടെ എന്ത് ചെയ്തു അവര്? 6 വർഷക്കാലം മക്കയിലും മദീനയിലും ഇമാം ബുഖാരി താമസിച്ചു. മക്ക, മദീന പ്രദേശങ്ങളിൽ താമസിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഹദീസുകൾ ശേഖരിക്കാൻ. ഹദീസുകൾ, കാരണം 294 ജനിച്ച മഹാനവരാണ്, കണ്ടില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കിട്ടിയ സഹാബിയക്ക് ശേഷമുള്ള വിഭാഗമാണ് താബിഈൻ എന്ന് പറയും. താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബികളെ പിൻപറ്റിക്കൊണ്ടിരുന്ന ആളുകളാണ്. അവരൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. അവരൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഹദീസ് കിട്ടും. അങ്ങനെയൊക്കെ ഹദീസ് ശേഖരിച്ചതാണ്. അതാലോചിക്കും. അപ്പൊ ഹദീസ് ശേഖരിക്കാൻ മക്ക, മദീന പ്രദേശങ്ങളിൽ 6 കൊല്ലത്തോളം താമസിച്ചു. ആര്? ഇമാം ബുഖാരി. 6 കൊല്ലം നമുക്കൊണ്ട് പറ്റുമോ പഠിക്കാനൊക്കെ? ഇപ്പൊ നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞാല് വലിയ വലിയ കലാലയങ്ങളുണ്ട് ഇപ്പോൾ, അല്ലെ? ഡിഗ്രി കഴിഞ്ഞ് വരാം, +1, +2, അതുപോലെ തന്നെ ഡിഗ്രി 3 വർഷത്തെ. അപ്പോൾ 5 വർഷം 5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഇസ്ലാമിക സ്ഥാപനങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്നത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സൊക്കെ ഉയർന്ന മാർക്കോടൊക്കെ പാസ്സായി ഇസ്ലാമിക കലാലയങ്ങളിൽ ചേർന്നു. അങ്ങനെ ചെയ്തത് ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷത്തെ ഒരു കോഴ്സൊക്കെ അവിടെ ഉണ്ടാവും, അവിടെ താമസിച്ച് പഠിക്കാൻ പറ്റും. അതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്തലമുറയായിട്ട് മാറും. അപ്പൊ +1, +2 ഡിഗ്രി മാത്രമല്ല, അതിനപ്പുറം ഇസ്ലാമിക വിദ്യാഭ്യാസം കിട്ടും, ഖുർആനിൽ അവഗാഹം കിട്ടും, ഹദീസുകളെ കുറിച്ച് ധാരാളം ഹദീസുകൾ പഠിക്കാം, അതിന്റെ ശേഖരണങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പഠിക്കാം. അതിനപ്പുറം വലിയൊരു ബഹുഭാഷ തരത്തിലുള്ള പാണ്ഡിത്യം, അങ്ങനെ ഒരുപാട് നേടാൻ പറ്റും. എന്നതുപോലെ അല്ലേ ഇമാം ബുഖാരി 6 വർഷത്തോളം മക്ക, മദീന പ്രദേശങ്ങളിൽ താമസിച്ചിട്ട് കുറെ ഹദീസുകൾ അവിടെ ശേഖരിച്ചു. അവിടെ നിന്നില്ല, അവിടുന്ന് 6 മാസം കഴിഞ്ഞു. 6 മാസം ഒരു പഠനം നടത്തി, അവിടുത്തെ പഠനം നടത്തി കിട്ടേണ്ട ഹദീസുകളൊക്കെ ശേഖരിച്ചു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് എന്ത് ചെയ്തു? വേറെ സ്ഥലത്തേക്ക് പോയി.
കൂഫ. അവിടുന്ന് പിന്നെ നേരെ വീട്ടിലേക്കല്ല പോയത്, കൂഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. കൂഫയിൽ കുറെ നാളുകൾ താമസിച്ചിട്ട് പിന്നെ ബസറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ബസറ, പിന്നെ ബഗ്ദാദ്. ബഗ്ദാദ് എന്ന് പറയുന്നത് ഇറാഖിലൊരു സ്ഥലമാണ്. ഇതൊക്കെ അന്ന് ടൗൺ എന്ന് പറയും, പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. ഇന്ന് പല രാജ്യങ്ങളിൽപ്പെട്ട പ്രദേശങ്ങളായിട്ട് മാറ്റുന്നു. അവിടുത്തെ ഇവിടെ മക്ക മദീനയിൽ 6 വർഷത്തോളം പഠനം നടത്തി, ഹദീസുകളെ കുറിച്ചുള്ള ശേഖരണമൊക്കെ നടത്തി. അവിടെ നിന്ന് പുറപ്പെട്ട് കൂഫയിലേക്ക് പോയി. കൂഫയിൽ കുറെ കാലം താമസിച്ചു, ഹദീസ് ശേഖരിക്കാൻ വേണ്ടിയിട്ട്, ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നും ബസറയിലേക്ക് പോയി. ബസറയിൽ കുറെ കാലം താമസിച്ചു. അവിടെ നിന്ന് ബഗ്ദാദിലേക്ക്. അതും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്കല്ല പോകുന്നത്. പിന്നീട് അവിടെ നിന്ന് ഇനി എവിടെയാണ് പോകേണ്ടത്? അദ്ദേഹത്തിന് ഇനിയും കിട്ടേണ്ടതുണ്ട് ഹദീസുകൾ. ഹദീസുകൾ കിട്ടൽ മാത്രമല്ല, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഹദീസുകൾ ഇത് ശരിയാണോ എന്നറിയാൻ ചില ആളുകൾ ഈജിപ്തിലാണ്. ഇവരോട് ചോദിക്കേണ്ടി വരും. ഞാൻ ഈജിപ്ത് എന്ന രാജ്യത്തിൽ പോയി, മിസ്ർ, ഈജിപ്ത് പോയി. പിന്നെ അവിടെ കുറെ കാലം താമസിച്ചു സിറിയയിലേക്ക് പോയി. സിറിയനെ പണ്ടറിയപ്പെടുന്ന ഒരു ഷാം എന്നാണ്. നമ്മൾ പഠിച്ചത് ഷാം അല്ലെ? മുസ്ലാം സലമ കുഞ്ഞുനാളില് ഷാമിലേക്ക് പോയി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഷാമിലേക്ക്, സിറിയയിലേക്ക്, സിറിയ ഖുറാസാനിലേക്ക് പോയി. ഓരോ അർത്ഥങ്ങളാണ്. ഇങ്ങനൊക്കെ പോകണമെങ്കിൽ വലിയ ത്യാഗം തന്നെ വേണ്ടി, അർപ്പണ മനോഭാവം എന്ന് പറഞ്ഞാൽ അത് സമർപ്പിക്കാൻ, എന്റെ ജീവിതം കൊടുക്കാൻ കഴിയണം, തീരുമാനമാണ്, ഭയങ്കര ഇച്ഛാശക്തിയാണ്. പഠിച്ചിട്ടേ വരും. ഇപ്പൊ നിങ്ങൾക്ക് കഴിയില്ലേ? നിങ്ങൾ വിചാരിക്കണം, ഞാൻ ഈ 7ാം ക്ലാസ് ഇൻഷാഅല്ലാഹ് എന്റെ എല്ലാ സബ്ജക്റ്റും ഖുർആനിന്റെ തിലാവത്ത്, പാരായണം, ഖുർആനിന്റെ ഹിഫ്ള്, പിന്നെ നമുക്ക് പഠിക്കാനുള്ള അടിസ്ഥാന പാഠങ്ങൾ ഖുർആൻ പഠനം, ഹദീസ് പഠനം, ജീവിത പാഠങ്ങളിൽ ഫിഖ്, ചരിത്രം, പിന്നെ അറബിക്, പിന്നെ ദുആ, നമ്മളുണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ വരാതിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കണം. എന്ത് എല്ലാത്തിനും ഞാൻ ഫുൾ A+ വാങ്ങും. അങ്ങനെ തീരുമാനമെടുത്താൽ അത് അർപ്പണഭൂതമാണ്, ഇച്ഛാശക്തിയാണ്. അങ്ങനെ തീരുമാനിച്ചു ആര്? ഇമാം ബുഖാരി. ഇതൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇതാണ് അർപ്പണബോധം ഉണ്ടാവുക, ത്യാഗം. പിന്നെ ഇത് ഓർത്ത് വെക്കാനുള്ള ഓർമ്മശക്തി ഉണ്ടായിരുന്നു, ഭയങ്കര മെമ്മറി പവർ. ഓർത്ത് വെക്കുക, കാണാതെ പിടിക്കാം. അത്ഭുതപ്പെട്ടു. ഇത് ഒരു മനുഷ്യനാണ്, നമ്മളെ പോലുള്ള ഒരു മനുഷ്യനാണ്, വ്യക്തിത്വമാണ്. എന്താ വ്യത്യാസം? വലിയൊരു പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. എന്നിട്ട് ഈ ഹദീസുകളൊക്കെ എന്ത് ചെയ്തു? ഈ ഇത്രയും ആദ്യത്തെ ഹദീസ് പണ്ടെന്ന് പറയാം, കണ്ടില്ലേ? അതുകൊണ്ടാണ് സിഹാഹു സിത്ത നമ്മൾ പഠിച്ചില്ലേ? 6 ഹദീസ് പണ്ഡിതന്മാരുടെ ഹദീസ് ശേഖര ഗ്രന്ഥം സിഹാഹു സിത്ത എന്ന് പറഞ്ഞാൽ അതിലെ 1ാമത്തെ വ്യക്തിത്വമാണ് ആര്? ഇമാം ബുഖാരി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹദീസിലെ പണ്ഡിതൻ, കണ്ടില്ലേ? ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ആരാണ്? നിങ്ങൾക്ക് എന്താ പറയാം? ഇമാം ബുഖാരിനെ ജാവതി ഉത്തരം ചെയ്യാം. ചില ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ തെരഞ്ഞെടുക്കാം, കണ്ടില്ലേ? അപ്പൊ അമീർ മുഅ്മിൻ എന്നറിയപ്പെടുന്നത്, അമീർ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഹദീസിലെ അമീർ മുഅ്മിൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ ഹദീസുകളൊക്കെ ശേഖരിച്ചിട്ട് എഴുതി തയ്യാറാക്കിയ അൽ ജാമിഉ സ്വഹീഹ് എന്ന പേരിലാണ് അദ്ദേഹം ഹദീസ് എല്ലാം ശേഖരിച്ചത്. അൽ ജാമിഉ സ്വഹീഹ്. സ്വഹീഹ് എന്ന് വെച്ചാൽ ഏറ്റവും ശരിയായത് ഉണ്ടാ. നേരത്തെ നമ്മൾ കഴിഞ്ഞ നെല്ലും പതിരും വേർതിരിച്ചത്, ഏറ്റവും ശുദ്ധമായ ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്. ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്നും ഇമാം ബുഖാരി 10,000 പോലും തെരഞ്ഞെടുത്തില്ല. ലക്ഷക്കണക്കിന് ഹദീസിന്റെ 10,000 പോലും തെരഞ്ഞെടുത്തില്ല. അദ്ദേഹം ആകെ തെരഞ്ഞെടുത്തത് 7,397 ഹദീസുകളാണ് അൽ ജാമിഉ സ്വഹീഹിൽ അദ്ദേഹം ശേഖരിച്ച് എഴുതി തയ്യാറാക്കി വെച്ചത്. എത്ര? 7,397. അത് മറന്നു പോകരുത്. അദ്ദേഹം ചെയ്ത വേറൊരു ഗുണം ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത വേറൊരു ഗുണം എന്ന് പറയുന്നത് എല്ലാ ഹദീസുകളും, ഇപ്പോ നമസ്കാരവുമായി ബന്ധപ്പെട്ട ധാരാളക്കണക്കിന് ഹദീസ്. നമസ്കാരം തന്നെ ഒരുപാടില്ലേ? ഫർദ് നമസ്കാരം മാത്രമല്ലല്ലോ, ആണോ? അല്ല, ഫർദ് കിഫായ എന്നറിയപ്പെടുന്ന സ്വലാത്തുൽ ജനാസ, മയ്യിത്ത് നമസ്കാരങ്ങളുണ്ട്. പിന്നെ സുന്നത്തുകളുണ്ട്. സുന്നത്തുകളുടെ വ്യത്യസ്തമല്ലേ? ഒരുപാട് സുന്നത്ത് നമസ്കാരമുണ്ട്. പക്ഷെ അദ്ദേഹം അതിന് ഓരോ തലവാചകം കൊടുക്കുമായിരുന്നു. അസ്സലാത്ത് എന്ന തലവാചകത്തിൽ നമസ്കാരത്തെ കുറിച്ച് ഹദീസ്. അപ്പൊ ഈ ഹദീസിൽ ഇത്രയും ഹദീസുകൾ അദ്ദേഹം ശേഖരിച്ചു. ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്ന് ഏറ്റവും അദ്ദേഹം തെരഞ്ഞെടുത്ത് ഇത്രയും ഹദീസുകളാണ്. എങ്ങനെ തെരഞ്ഞെടുത്തത്? സ്വഹീഹാണെന്ന് അദ്ദേഹം തോന്നിയത്. ഇതിനപ്പുറം സ്വഹീഹായതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ അനുവദിച്ചത് ഇത്രയും ഹദീസാണ്.
ഇത് ഒരുപാട് ആളുകൾ കണ്ടു, പഠനം നടത്തി, അവിടെ ജീവിത നിലവാരം കണ്ടു, അവരുടെ വിശ്വാസം കണ്ടു, അവരുടെ പാണ്ഡിത്യം കണ്ടില്ല, അവരുടെ സ്വഭാവങ്ങൾ കണ്ടു, അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി കണ്ടു. അങ്ങനെയാണ് ഹദീസ് ശരിയാണെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഒരാള് കള്ളം പറയുന്ന ഒരാളുടെ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ പറയാൻ പറ്റും ഹദീസ്, കാരണം പുസ്തകത്തിൽ നോക്കാൻ പറ്റും. ഇമാം ബുഖാരിയുടെ കാലഘട്ടത്ത് ഒരു ഹദീസ് ശേഖരിച്ച ഒരാളെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഹദീസ് നിങ്ങൾക്ക് അറിയുന്നതുണ്ടോ? അദ്ദേഹം നബിയെ കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം നബിയെ കണ്ട സഹാബിയുടെ പിൻപറ്റിയ ഒരാളെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ എനിക്കുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് അയാൾ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കില്ല. കാരണം ആ മനുഷ്യൻ ശരിയാണോ നോക്കും. ഇങ്ങനൊക്കെ നോക്കിയിട്ടാണ് ഈ ഹദീസുകളൊക്കെ ശേഖരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കി അൽ ജാമി സ്വഹീഹ് എന്ന പേരിൽ ശേഖരിച്ചു വെച്ചത്. 7397. ഓരോ ഹദീസുകൾക്കും ഒരു തലവാചകങ്ങളുണ്ട്. ഇപ്പൊ നോമ്പിനെ കുറിച്ചാണെങ്കിൽ സൗം എന്ന് തല, ജക്കാത്ത്, അതുപോലെ തന്നെ മറ്റു മേഖലകൾ, വേറെ ഒരുപാട് വിഷയങ്ങളില്ലേ. ഓരോ വിഷയത്തിനും ഓരോ തലവാചകങ്ങൾ വെച്ചിട്ടാണ് എഴുതിയിട്ടാണ് ആ വിഷയത്തോടനുബന്ധിച്ച ഹദീസ് അദ്ദേഹം ആ പേജിൽ തയ്യാറാക്കി. എല്ലാം കൂടിയും ഒരു പുസ്തകത്തിൽ ശേഖരിച്ചില്ല. എല്ലാവരും ഒരു പുസ്തകത്തിൽ ശേഖരിക്കുമ്പോൾ വിഷയാധിഷ്ഠിതം അദ്ദേഹം ശേഖരിച്ചു വെച്ചു. ഓരോന്നിനും തലവാചകം ഉണ്ടായി. നമസ്കാരത്തെ കുറിച്ചുള്ള ഹദീസുകൾക്ക് ബാബു സ്വലാത്ത് എഴുതി വെച്ചു. സക്കാത്തിനെ കുറിച്ചുള്ള ഹദീസുക്ക് ബാബു സക്കാത്ത് എഴുതി വെച്ചു. കണ്ടില്ലേ? അതുപോലെ തന്നെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഹദീസുകൾക്ക് ആ അർത്ഥത്തിലുള്ള പേരുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് നമ്മള് ഇമാം ബുഖാരിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി 5 പേരുണ്ട്. അതിൽ അടുത്ത വ്യക്തിത്വമാണ് ഇമാം മുസ്ലിം എന്നറിയപ്പെടുന്നത്. ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിമിനും അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, മുത്തഫഖു അലൈഹി എന്നാണ്. ചില ഹദീസിന് താഴെ ഉണ്ടാവും മുത്തഫഖു അലൈഹി എന്ന് പറഞ്ഞാൽ അത് വേറൊരു ആളാണെന്ന് കരുതണ്ട. 2 പേരാണ്. ഒന്ന് ഇമാം ബുഖാരിയാണ്, മറ്റൊന്ന് ഇമാം മുസ്ലിമാണ്. ഇവർ 2 പേരെയും ചേർത്ത് പറയുന്ന ഒരു പേരാണ് എന്റെ മുത്തഫഖു അലൈഹി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇമാം മുസ്ലിമിനെ കുറിച്ച് അതിനുശേഷം വരുന്ന 4 ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് തുടർന്ന് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിദ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെ കണ്ടതിലും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലൊക്കെ അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ എല്ലാ അനുഗ്രഹവും സൗഭാഗ്യം നൽകിയ പടച്ചവന് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.